ഇൻ മൈ ലൈഫായിട്ടൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പോടാ, നിന്നോട് അതുകൊണ്ടാ പറഞ്ഞ അവിടെ പോയിരിക്കാൻ. അവിടെ കൂടെ പോയി. ഇത്ര എരിവുള്ളൊരു വെജ് ബിരിയാണി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇത് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഒരു ഓഫീസ് കം ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിന്ന് ഓഫീസിൽ പോകുന്ന ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ തട്ടിക്കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഡേ ഇൻ മൈ ലൈഫായിട്ട് കംപ്ലീറ്റ് കാണിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, കാരണം സാധാരണ ഓഫീസിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ഫ്ലാറ്റായിട്ടാണ് വരാറുള്ളത്. പക്ഷേ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഓഫീസ് ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉച്ചയ്ക്കാണ് പോകുന്നത്. ഉച്ചയ്ക്ക് ഓഫീസിൽ എത്തുന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്. രാവിലെ ഇവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്ക് പോകും. കാരണം സാധാരണ ഞാനൊരു 6:43 ഒക്കെ ട്രെയിനിനായിരുന്നു പോകാറുള്ളത്. അപ്പം 6:43 പോകണമെന്നുണ്ടെങ്കിൽ 6:15 ഇവിടുന്ന് ഇറങ്ങണം. 6:15 ഇവിടുന്ന് ഇറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5:30 ആകുമ്പോൾ എണീറ്റ് കാര്യങ്ങൾ തുടങ്ങും. നമ്മുടെ വിനോദയാത്രയിൽ പറയുന്ന പോലെ ഒരു 5 മണി തൊട്ടിട്ടേ കാര്യങ്ങൾ തുടങ്ങണം. അപ്പോഴത്തേക്കും എൻ്റെ ഉറക്കമൊന്നും ശരിയാവത്തില്ല. ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഒരു ടൈം ടേബിൾ പറ്റാത്തത് കൊണ്ടായിരിക്കാം വൈകിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര എക്സോസ്റ്റഡ് ആവും. അപ്പം ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് ഉച്ചയ്ക്ക് എത്തുന്ന രീതിയിൽ പോകും. എന്നിട്ട് രാത്രിയിലൊരു 6:30 വരെ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും രാത്രിയാവും. പക്ഷേ എന്നാലും ഇപ്പോൾ സമ്മർ ടൈമൊക്കെ ആയതുകൊണ്ട് 8 ആയാലും 8 o'clock ആയാലും 8:30 ആയാലും ഒക്കെ നല്ല വെളിച്ചം കാണും. ഇപ്പോൾ ഇവിടെ ഒരു 7 ഒക്കെ ആയിട്ടുള്ളൂ, പക്ഷെ നല്ല വെളിച്ചമില്ല. അപ്പം അതാണ് സമ്മർ സമയം ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റു ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശാഖാൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായയാണ് ഞാൻ കുടിക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയിപ്പോൾ വർക്കിന് ഇരിക്കണം. എനിക്കൊരു 8 മണി തൊട്ടിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു ദിസ് ഡേ ഇൻ മൈ ലൈഫ് ഇൻ ദി ഓഫീസ്. കിട്ടി എന്നിട്ട് OTP ഇന്ത്യൻ നമ്പറാണോ? അപ്പം ഞാൻ എന്താ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഒരു 8 മണി ആയപ്പോഴത്തേക്കും വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു 8:45 ആകുന്നു. 8:35 ആയി. ഞാനൊരു സ്മൂത്തിയൊക്കെ കുടിച്ച്, അതായത് ഇപ്പം ഓഫീസിൽ പോകുന്ന ദിവസം ഭയങ്കര സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് ആക്കാൻ പറ്റിയ. അപ്പം ഒരു സ്മൂത്തിയാണ് കുടിക്കുന്നത്. ഒരു സിമ്പിൾ സ്മൂത്തിയാണ്. സ്മൂത്തിയിലും വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇത് നല്ല ഫില്ലിംഗ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് ഫുഡ് കഴിച്ചാൽ മതി. നല്ല ഫില്ലിംഗ് ആണിത്. അതായത് അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ്സുമാണ്, ഇത്രയും വലിയ ഗ്ലാസ്സിലുമാണ്. അപ്പോൾ ഇത് കുടിച്ചുകൊണ്ട് ഇനി ബാക്കി വർക്ക് കൂടെ ഞാൻ ചെയ്യട്ടെ. അപ്പം ഞാൻ എന്താ ഒരുങ്ങി കിട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിലും കുറച്ച് ഒരു 15 മിനിറ്റ് എനിക്ക് ഡിലേ ആയി, കാരണം ലാസ്റ്റ് മിനിറ്റിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച സമയത്ത് എനിക്ക് വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ വിശാഖ് വർക്ക് ഫ്രം ഹോം ആണ്, അത് കാരണം എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടുകയാണ്. അപ്പം എനിക്ക് 11:15 ട്രെയിൻ ഉള്ളത്. അപ്പം 10:15 ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ, എനിക്ക് നേരത്തെ കൂട്ടി ഇറങ്ങണം. എനിക്ക് ഇപ്പം 1 മണിക്കൂർ മുന്നേ ഇറങ്ങി എനിക്കൊരു 15 മിനിറ്റ് ആ ഒരു സ്റ്റേഷനിലിരുന്ന് എനിക്കൊന്ന് സമാധാനമായിട്ട് ശ്വാസം വിടണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഞാൻ സ്റ്റേഷനിലെത്തി. 10:30 ആയപ്പോഴേ 10:30 അല്ല 10:45 അടുപ്പിച്ചായപ്പോഴത്തേക്കും സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനി കട്ട പോസ്റ്റാണല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. എനിക്ക് എൻ്റെ ട്രെയിനിന് മുന്നേ ഒരു 2-3 ട്രെയിനുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ചത് കുറച്ച് നേരം കൂടി വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാപ്ടോപ്പൊക്കെ പതുക്കെ തുറന്ന് നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇനി ബാക്കി വിശേഷം ട്രെയിനിൽ കയറിയിട്ട് കാണാം. ബൈ ബൈ.
നല്ല നട്ടുച്ചയൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ജേണി. അത് കാരണം എനിക്ക് നല്ലോണം ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറുതായിട്ട് കിടന്നൊന്ന് മയങ്ങി എണീറ്റപ്പോഴത്തേക്ക് നമ്മളിതാ ലണ്ടൻ എത്തി. ഇവിടെ ഇനിയും കിടന്ന് ഓട്ടമാണ്. ഞാൻ പണ്ട് ഈ സ്റ്റേഷൻ കാണിച്ചിട്ടുണ്ട്, എൻ്റെ പല വീഡിയോസിലായിട്ട് ഞാൻ ഈ സ്റ്റേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സെൻറ്റ് പാൻക്രാസ്, ലണ്ടൻ സെൻറ്റ് പാൻക്രാസ് സ്റ്റേഷനാണ്. ഇനി അടുത്ത നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് ട്യൂബ് എടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ ഓഫീസിലേക്ക് പോകാനായിട്ട്. ഇവിടുന്ന് നമ്മളിനി ഒരു ഓട്ടോ ആയിരിക്കും, കാരണം സ്റ്റേഷൻ ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണല്ലോ. പിന്നെ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കടക്കാനായിട്ട്. ഈ പോർഷൻ എത്തുമ്പോൾ എനിക്ക് എപ്പോഴും നമ്മുടെ DDLJയിലെ രാജ് മൽഹോത്ര ഓർമ്മ വരാറുണ്ട് കേട്ടോ. ഫുള്ളും വോയിസ് ഓവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ ഓട്ടത്തിലാണ്, അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടാത്തത്. അപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഓഫീസിലേക്ക് നടക്കുകയാണ്. എനിക്കൊരു 6 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പം ഓഫീസിലേക്ക് നടക്കുകയാണ്. കുറച്ച് ലേറ്റായി, ഒരു 10 മിനിറ്റ്സ് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓടുന്നു കേട്ടോ. അപ്പം ഇനി ഓഫീസിലെത്തിയിട്ട് കാണാം. കറക്റ്റ് നമ്മുടെ ലഞ്ച് ടൈം ആയതുകൊണ്ട് റോഡിലും മറ്റ് പവർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ കണ്ടു കാണുന്നത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ആൾക്കാർ തട്ടിട്ട് നടക്കാൻ മേലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം അയ്യോ, എനിക്കിനി പറയാൻ വയ്യ, വോയിസ് ഓവർ തന്നെ ചെയ്യാം. അങ്ങനെ നമ്മൾ നടന്ന് കുറേ ഓടി ഒരു 6 മിനിറ്റ്സ് ഒക്കെ ഉള്ളു കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നേരെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വർക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് വേറെ ടൈമില്ല, ഉച്ചയായിട്ടുണ്ട്. ഞാൻ നടന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഭ്രാന്തിയെ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരെ വാഷ്റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് റെഡിയായി. അതുകൊണ്ട് ഞാനൊരു ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ടീ ഒക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ പതുക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു 3 മണിയായിട്ടുണ്ട്. രാവിലെ സ്മൂത്തി കഴിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് എൻ്റെ വയറെനിക്ക് കത്തി പുകയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. താഴത്തെ കഫേയിലെ നമ്മുടെ ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 3 മണിയായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് അവിടെ ഫുഡൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഊബർ ഈറ്റ്സിൽ നോക്കി വന്നപ്പോഴാണ് നമ്മുടെ ശരവണഭവൻ എൻ്റെ കണ്ണിൽപ്പെട്ടത്. അപ്പം ഞാൻ അവിടെ നിന്നൊരു വെജ് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ട് പതുക്കെ ഡെലിവറി ഡ്രൈവറിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. അവസാനം പുള്ളിക്കാരൻ വന്നു അറിഞ്ഞപ്പോഴത്തേക്കും താഴത്തേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ, പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഡെലിവറി ഡ്രൈവർ ഒരു 6 മിനിറ്റ്സ് എവേ ആണെന്നുള്ള മെസ്സേജ് വന്നു. അപ്പം ഞാനിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. വിശന്നിട്ട് എൻ്റെ കണ്ണ് കാണുന്നില്ല, എവിടെ ഇരുന്ന് കഴിക്കണമെന്ന് ആലോചിക്കുക. അവിടെ താഴെ കുറച്ച് നല്ല റിവറിൻ്റെ സൈഡൊക്കെ ഉണ്ട്, അവിടെ പോയിരുന്ന് കഴിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ ഓഫീസിൽ അകത്ത് പോയിരുന്ന് കഴിക്കാനും നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ ബിരിയാണിയൊക്കെ ആയതുകൊണ്ട് ഇനി സ്മെല്ലടിച്ച് ഇനി ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ താഴെ തന്നെ ഇരുന്ന് കഴിച്ചിട്ട് മേലേക്ക് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് വിശക്കുന്നു എനിക്ക്. അയ്യോ, ഇപ്പം സ്റ്റിൽ 6 മിനിറ്റ്സ് അവേ ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു സ്ഥലത്ത് എപ്പോഴും ബ്ലോക്കാണ്, എസ്പെഷ്യലി ഇപ്പോൾ ഓഫീസൊക്കെ വിടുന്ന സമയമല്ലേ, ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. നോക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ താഴെ റിവർ സൈഡിൽ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്നാണല്ലോ പറഞ്ഞത്. അന്നേരമാണ് താഴെ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ടായിരുന്നു. ഇനിയും മഴ ഭയങ്കര ഭീകരമാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് തന്നെ പോയി കേട്ടോ. എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈവൻ 4 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ അത്ര സമയമില്ല, ഞാൻ കഴിക്കട്ടെ. ഇത്ര എരിവുള്ളൊരു വെജ് ബിരിയാണി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചു. ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ, കുറേ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വിശാലിന് വേണേൽ കൊടുക്കാം. അപ്പം ബാക്കി ഇനി വർക്കിലേക്ക് പോട്ടെ.
സോ നമ്മുടെ ഇന്നത്തെ അംഗം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോവാണ്. നമുക്ക് കുറേ കിടന്ന് രാവിലത്തെ പോലെ ഓടാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ ഞാനൊന്ന് നിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. എനിക്ക് എൻ്റെ ട്രെയിൻ വന്നിട്ട് 7:30 കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ 6:45 ആയിട്ടുള്ളൂ. പക്ഷെ കണ്ടാൽ പറയൂ 6:45 ആയിട്ടുള്ളൂ എന്ന് പറയുന്നത് നല്ല വെളിച്ചമുണ്ടല്ലേ. ഞാൻ വീട്ടിലെത്താൻ 8:45 ആവും. പക്ഷേ 8:45 അവിടെ എത്തുന്ന സമയം. പക്ഷേ നമുക്ക് അത്രയും സമയമായൊന്നും തോന്നത്തില്ല. ഞാൻ ആ സമയം വീഡിയോ എടുത്ത് കാണിക്കാം. ഭയങ്കര ലൈറ്റ് ആയിരിക്കും. അപ്പോൾ സമ്മർ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടെ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ഓഫീസിലൊക്കെ കുറച്ച് ലേറ്റായിട്ട് ഓഫീസിൽ നിന്ന് പോയാൽ നമുക്ക് ലേറ്റായി നമുക്ക് തോന്നത്തില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കയറി കിടന്ന് ഉറങ്ങേണ്ട ടൈം ആകും. പക്ഷെ നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല. ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ടൈം ടേബിൾ സെറ്റാക്കുന്നത്. പക്ഷേ വിൻ്റർ ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ കുറച്ചുകൂടെ മാറ്റി പിടിക്കും, അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എനിക്ക് നെക്സ്റ്റ് ഓടേണ്ട സമയമായി. അതിനിടയ്ക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ കുറേ നടന്ന് ഓടി നമ്മൾ അവസാനം സെൻറ്റ് പാൻക്രാസിൽ വന്നിരിക്കുകയാണ്. കുറച്ച് നേരത്തെയാണ് കേട്ടോ. എല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ട്യൂബിലുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഭയങ്കര ഈസി വേ ഓഫ് ട്രാവലാണ്. പക്ഷേ ഭയങ്കര ചൂടും ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഭയങ്കര ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടിരുന്നിട്ട് ഭയങ്കര ചൂടും ഒരുമാതിരി അവിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇല്ലാത്ത വയ്യായ്മയൊക്കെ അണ്ടർഗ്രൗണ്ടിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും വരും. ഇത്രയും നേരം ഒരു വയ്യായ്മ ഇല്ലായിരുന്നു. പക്ഷെ അതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും എനിക്കെന്തോ ചൂട് കൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇറങ്ങി അങ്ങ് ഓടാൻ തോന്നി. പിന്നെ അതുപോലെ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നി. ഭയങ്കര ക്ലോസ്ഡ് അല്ലേ. അപ്പം അങ്ങനെ ഭയങ്കര വയ്യാൻ തോന്നി. അങ്ങനെ ഓഫീസിൽ ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. പക്ഷേ ഇതിലെ ഈ ഒരു ചൂടും എല്ലാം കൊണ്ടിട്ട് ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവുന്ന പോലെ തോന്നി. പിന്നെ അവസാനം ഞാനൊരു ആപ്പിൾ ജ്യൂസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല തണുത്ത ആപ്പിൾ ജ്യൂസാണ്. അപ്പം നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ടിട്ട് ഞാനൊരു ജ്യൂസ് വാങ്ങിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ വന്നിട്ട് 7:30 ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ ഇത്തിരി നേരത്തെ എത്തി. ഇപ്പോൾ ഒരു 7 മണി ആയതേ ഉള്ളൂ. അരമണിക്കൂറിലും കൂടി ഉണ്ട്. ഞാനിങ്ങനെ അവിടെ അവർ പ്ലാറ്റ്ഫോം ഇടുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല തിരക്കാണ് കേട്ടോ ഇന്നത്തെ ദിവസം. ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ഇവിടെ ആരും അങ്ങനെ ഓഫീസിലൊന്നും വരത്തില്ല. അപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നവരുടെയൊക്കെ തിരക്കാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പം ഒന്നുമില്ല. ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ വാങ്ങി ഇവിടെ ഇങ്ങനെ ഇരിക്കും. വരുന്ന ആൾക്കാരുടെയൊക്കെ തലയെണ്ണ ഇവിടെ ഇരിക്കാം. ബൈ ദ വേ ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. കേൾക്കുന്നില്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ്. ഇനിയിപ്പം ട്രെയിനിൽ കയറണം, അല്ല ട്രെയിൻ വരണം, എന്നിട്ട് അതിൽ കയറണം. അത്രയൊക്കെ ഉള്ളൂ പരിപാടി. അപ്പോൾ ഓക്കെ, എന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രെയിനിങ് വന്നു. അപ്പോഴത്തേക്കും ഞാൻ ട്രെയിനിൽ കയറി. സീറ്റൊക്കെ കിട്ടിയിരുന്നു. ഇനിയിപ്പോൾ ഒരു 3-4 പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തും. ഇനി അടുത്ത വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കാണാം. ടാറ്റാ. സോ നമ്മളതാ ഇങ്ങനെ തിരിച്ചെത്തി. അപ്പോൾ വിശാഖ എന്നെ അവിടെ കൂട്ടാൻ വന്നിട്ടുള്ളതോ കാറിൻ്റെ അവിടെ. കാറ് തൊട്ടടുക്ക കിടപ്പുണ്ട്. അപ്പോൾ ഇതാ അവിടെ കിടപ്പുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിൽ പോകണം. ഉറങ്ങാനുള്ള സമയമായി. പക്ഷെ കണ്ടില്ല, ഇപ്പോഴും ഇതാ 8:53 കണ്ടോ, അല്ല 54. പക്ഷെ ഇപ്പോഴും കണ്ടില്ലേ വെളിച്ചമുണ്ട്. ഇതാണ് നമ്മുടെ സമ്മറിൻ്റെ അവസ്ഥ. അതാ ഞാൻ കാറിൻ്റെ അടുക്കലെത്തി. തുറക്കടാ, തുറ. 2 മിനിറ്റ് കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയോ? 2 മിനിറ്റ് അല്ലേ ഞാൻ ലേറ്റ് ആയുള്ളൂ.
അപ്പം ഞങ്ങളത് ആ വീട്ടിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ ചിലയ്ക്കണം, രാവിലെ തൊട്ടിട്ട് വൈകിട്ട് വരെ എന്തൊക്കെ നടന്നെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ്. അപ്പോൾ രണ്ടുപേരുടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ ഫ്രഷായി. അപ്പോഴത്തേക്കും വിശാഖത ചോറൊക്കെ ചൂടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. വിശാഖ് ഓൾറെഡി കുറച്ച് ചോറ് കഴിച്ചതാണ് നേരത്തെ, പക്ഷേ ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും എനിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ചോറൊക്കെ കഴിച്ച് പതുക്കെ അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.